ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലാണെങ്കിൽ നമ്മൾ ഓയിലോ മൈദയോ ഒന്നും ചേർക്കാതെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ 5 ടൈപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞത് നമ്മൾ 5 ദിവസം സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം തന്നെ കുറച്ച് കാഷ്യൂസ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബദാമും അതുപോലെ നിലക്കടല കുറച്ച് തൊലി കളഞ്ഞിട്ട് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നെയ്യ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ഇതുപോലെ ഇട്ടതിന് ശേഷം അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ കാഷ്യൂം പിന്നെ നിലക്കടലയും ബദാമും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് തേനാണ്. അപ്പോൾ തേനും നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലത് ഇതുപോലെ തേന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചേർക്കുന്നതാണ്. ഇനി അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്നാക്സ് ബോക്സിലേക്ക് മാറ്റാം. രണ്ടാമത്തെ സ്നാക്സ് എന്ന് പറയുന്നത് കുറച്ചൊരു ഹെവിയാണ്. അതായത് നിങ്ങൾക്കിപ്പം മക്കൾക്ക് സ്നാക്സ് കഴിച്ച് പിന്നെ അവർ ലഞ്ച് ഇനി വീട്ടിൽ വന്നിട്ടൊക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്നാക്സ് കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലും 1/2 കപ്പ് ഓട്സും ആണ്. നമുക്ക് ഈ 1 കപ്പ് പാലും അതുപോലെ 1/2 കപ്പ് ഓട്സും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഓട്സ് പാലിൽ നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാണല്ലോ. നല്ല കട്ടിയായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ക്ലീൻ ചെയ്തിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് ഇവിടെ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും നല്ല കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, കാരണം നമ്മൾ ഇത് സ്നാക്സ് ആയിട്ട് കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഇത്ര കട്ടിയിൽ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പാലും ഓട്സും ഡേറ്റ്സും ഒക്കെ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാം. ഇനി കൈ വെച്ച് ഉരുട്ടിയിട്ടൊക്കെയാണ് വേണ്ടതെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചതിന് ശേഷം ചെറുതായിട്ട് ഉരുട്ടിയൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പല ഷേപ്പിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളൊരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അടുത്തത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. മഖാന വെച്ചിട്ടാണ് ചെയ്യുന്നത്. പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും 1-2 പേർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുകയാണേ. താമരവിത്ത് എന്ന് പറയും. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നല്ല മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. അതുപോലെ തന്നെ നമ്മളെ കാൽസ്യം എന്ന് പറയുന്നത് എല്ലിനും പല്ലിനും മസിൽസിനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതെല്ലാം ഉള്ള അടിപൊളി ഫുഡാണ്. അപ്പോൾ ഇത് പലർക്കും അറിയാത്തവരുണ്ടാവും. ഇതറിയുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം പിന്നെ നമ്മുടെ ഫുഡ് മെനുവിൽ വിടൂല. ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാം. സ്വീറ്റ് ആയിട്ടും തയ്യാറാക്കാം, അതുപോലെ സ്പൈസി ആയിട്ടും ഒക്കെ ഈ ഒരു മഖാന വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ സ്വീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം മക്കൾക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവുക. ഞാൻ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായോ എന്നറിയാൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഖാന 50 ഗ്രാമാണ്.
അടുത്തതായി എടുക്കുന്നത് നിലക്കടലയാണ്. നിലക്കടല ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇതൊക്കെ രാവിലെ ഇങ്ങനെ സമയം ഉണ്ടാവുക എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ തലേ ദിവസം രാത്രിയോ വൈകിട്ടൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയതാണ്. പിറ്റേ ദിവസം കേടായി പോകുന്ന ഒന്നൊന്നുമല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി ഒരു 2-3 ദിവസത്തേക്ക് നമുക്കിത് കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ സമയമുള്ള ടൈമിൽ ചെയ്യാൻ പറ്റിയ സ്നാക്സാണ്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ചോക്ലേറ്റും കാൻഡീസൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണിത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ എടുക്കുന്നത് ശർക്കരയാണ്. ഇവിടെ 211 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കഴിയുന്നതും ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 3 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതുപോലെ നല്ല പതയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു 2-3 ഏലക്ക തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് അതുപോലെ തന്നെ ഇഞ്ചിയുടെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി നമ്മുടെ ഈ ശർക്കരയുടെ മിക്സ് കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അതൊന്ന് എടുത്ത് നോക്കുക. ഇതുപോലെ നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശർക്കരയുടെ ഇത് പാകമായിട്ടുണ്ടെന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. റോസ്റ്റ് ചെയ്ത് വെച്ച് മക്കാന ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നിലക്കടലയുടെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ആകുന്ന സമയത്ത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ സ്വീറ്റ് മക്കാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സ്പൈസി ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈസസിൽ ഈ മക്കാന റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത് ഇനി നമുക്ക് സ്നാക്സ് ബോക്സിലേക്ക് മാറ്റാം. അടുത്ത സ്നാക്സ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റിയാണ്, പക്ഷെ നല്ല സിമ്പിളാണ് കേട്ടോ. അതായത് ഒരു കോഴിമുട്ടയാണ്, അത് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് പൊതുവെ മുട്ട കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ കഴിച്ചവരുണ്ടാവും, കഴിക്കാത്തവരാണെങ്കിൽ കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കോഴിമുട്ട പുഴുങ്ങി 2 കഷ്ണാക്കി വെക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പൊന്ന് ഇതുപോലെ വിതറി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതിയെ. ഇതുപോലെ ഒന്ന് ഇങ്ങനെ എല്ലായിടത്തിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചെറിയുള്ളി ഇതുപോലെ വളരെ നേരിങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക. ലാസ്റ്റായിട്ട് ഒരൽപ്പം മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇതിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ്. നമ്മുടെ 5ാമത്തെ സ്നാക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വളരെ സിമ്പിളാണ്. അത് സ്കൂളിൽ പോകുമ്പോൾ സമയമില്ല, പെട്ടെന്ന് തയ്യാറാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ്. ഇത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ചോക്കോബെറിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചെറീസ്, മക്കൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ചെറീസ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ബദാം എടുത്തിട്ടുണ്ട്, ഒരു 4 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, അതുപോലെ 3 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇങ്ങനെ ഇതെല്ലാം കൂടി വെച്ച് കൊടുക്കുക. അപ്പം മക്കൾക്ക് കഴിക്കാനും എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ ഇത് വയറ്റിലെത്തി കഴിഞ്ഞാലും നല്ലതാണ്. വയറൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഫില്ലാവുകയും ചെയ്യും ഇതൊക്കെ കഴിക്കുന്ന സമയത്ത്. നമ്മൾ ബിസ്ക്കറ്റും സ്നാക്സായിട്ട് ചിപ്സ് ഇതൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ കൊടുക്കുന്നത് കേട്ടോ.
ഹെൽത്തിയാണ്, നമുക്ക് എന്താ പറയുക ടെൻഷൻ ഇല്ലാതെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.